വെൽക്കം ടു മൂവി ബ്രാൻഡ്. 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് സലീം കുമാർ. മലയാളികൾ ചിരിപൊട്ടിച്ച എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ സലീം കുമാറിലൂടെ പിറന്നിട്ടുണ്ട്. അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല. എല്ലാം ഒന്നിനൊന്നിന് മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ്. മായാവിയിലെ ശ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരിലാൽ, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രം. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര ലോകത്ത് സലീം കുമാർ ശ്രദ്ധേയനായത്. മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ പ്രതിഭ കൂടിയാണ് സലീം കുമാർ. ഇപ്പോഴത്തെ സലീം കുമാറിന്റെ പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സ്കൂൾ പ്രവേശനോത്സവത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു താരം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നടക്കാനും മറ്റും ചില അവശതകൾ നടൻ നേരിടുന്നുണ്ട്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയതുപോലും സ്വീകരിക്കാൻ എത്തിയവരുടെ സഹായത്തോടെയായിരുന്നു. ശേഷം പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നടക്കവേ കാലുകൾ തളർന്ന് നടൻ വീണു. സഹായി കയ്യിൽ പിടിച്ചിരുന്നുവെങ്കിലും ബാലൻസ് ചെയ്യാനാവാതെ സലീം കുമാർ വീണു. ശേഷം 3-4 പേർ എത്തിയാണ് നടനെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. ശേഷം 2-3 പേരുടെ സഹായത്തോടെയാണ് നടൻ നടന്നത്. അതിനിടയിൽ താങ്ങി ഉയർത്തിയ ഒരാളുടെ കൈ നടൻ തട്ടിമാറ്റുകയും ചെയ്തിരുന്നു. അല്പം രോഷത്തോടെയാണ് കൈ തട്ടിമാറ്റിയതെന്ന് വീഡിയോയിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ വൈറലായതോടെ വിമർശിച്ചടക്കമുള്ള കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവശ നിലയിലായിട്ടും എന്തുകൊണ്ട് വിശ്രമിക്കാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നുവെന്നാണ് ചിലർ കമന്റിലൂടെ ചോദിച്ചത്. ഇത്ര വയ്യാത്ത ആളെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? റെസ്റ്റ് എടുക്കുക, ആരോഗ്യം തിരികെ വന്ന ശേഷം മാത്രം ഇത്തരം ചടങ്ങുകൾ സംബന്ധിക്കുക, അതല്ലേ നല്ലത് എന്നായിരുന്നു പലരും ചോദിക്കുന്നത്. താഴെ വീണപ്പോൾ പൊക്കിയെടുത്തത് ആ മനുഷ്യനും കൂടിയാണ്. പിന്നെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ വലത്തെ കൈ ധാർഷ്ട്ര്യത്തോടെ വലിച്ചു മാറ്റുന്നു. അഹങ്കാരം എന്നിട്ടും മാറിയിട്ടില്ല. കഷ്ടം. ഒറ്റ വീഡിയോ, അതിലെല്ലാം ഉണ്ട്. ഒരാൾ വീഴുന്നു, എല്ലാവരും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. നടക്കാനായപ്പോൾ കൈ പിടിച്ചവനെ തന്നെ തട്ടി മാറ്റുന്നു. ഇനിയും വീടില്ലെന്ന് ഇല്ല. രോഗങ്ങൾ നമുക്ക് മനസ്സിലാകും. കാരണം ആർക്കും എപ്പോഴും അസുഖം വരാം. പക്ഷേ വീണവനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ കാണിച്ച ആ അഹങ്കാരമാണ് മനസ്സിലാവാത്തത് എന്നിങ്ങനെയായിരുന്നു പലരുടെയും കമന്റുകൾ. ശാരീരികമായി ചില അസുഖങ്ങളും അവശതകളും നേരിടുന്നതിനാൽ വളരെ വിരളമായി മാത്രമേ സലീം കുമാർ ഇപ്പോൾ സിനിമകൾ ചെയ്യാറുള്ളൂ. കരൾ രോഗം പിടിപെട്ട് അത്യാസന്ന നിലയിൽ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെല്ലാം പലപ്പോഴായി നടൻ പങ്കുവച്ചിട്ടുണ്ട്. മരണത്തിന്റെ വക്കിലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാതായി. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിച്ചു. അപ്പോൾ ചുമ്മാ അമൃതാനന്ദമയ്യെ കാണാൻ പോയി. മന്ത്രമല്ല എന്നോട് പറഞ്ഞത്, മോനെ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യണം, വേറെ ഒന്നും ഓർത്തു ബുദ്ധിമുട്ടേണ്ട, മോനെ എനിക്ക് വേണം എന്നാണ്. അത് പറയാൻ ആ സമയത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മയും അച്ഛനും എല്ലാം മരിച്ചുപോയി. ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒഴിച്ച് വേറെ ആർക്കും എന്നെ വേണ്ട. ആ സമയത്ത് എന്നെ വേണമെന്ന് പറഞ്ഞത് അമൃതാനന്ദമയ്യാണെന്നും സലീം കുമാർ പറഞ്ഞിരുന്നു. മാത്രമല്ല പാരമ്പര്യ വൈദ്യന്മാർക്കും വ്യാജ ചികിത്സാ രീതികൾക്കും എതിരെ നടൻ രംഗത്തെത്തിയിരുന്നു. ഞാൻ അനുഭവിച്ചത് ഇനി ആരും അനുഭവിക്കരുത്, അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞു. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിന് മരുന്നായിട്ടുള്ളത്. ഞാനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. മറ്റൊരു മാർഗം എന്താണെന്ന് നോക്കി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ഒറ്റപ്പാലത്തുള്ള വൈദ്യനെ കുറിച്ച് പറഞ്ഞത്. ക്യാൻസർ മാറ്റുന്ന വൈദ്യനാണെന്നും എന്നോട് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആ നന്മയെ കരുതി പറഞ്ഞതാണ്. ഞാനും കേട്ടിട്ടുണ്ട് ഈ വൈദ്യനെ കുറിച്ച്. അങ്ങനെ ഞാനും ഈ സുഹൃത്തും കൂടി ഈ വൈദ്യനെ കാണാൻ വേണ്ടി പോയി. 51 ദിവസത്തിനുള്ളിൽ ലിവർ സിറോസിസ് മാറ്റിത്തരാമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. നിലംപരണ്ട എന്നൊരു മരുന്നുണ്ട്. അത് ഇത്രയും ദിവസം കഞ്ഞിയിൽ ഇട്ടു കുടിക്കാനാണ് പറയുന്നത്. 51 എന്നല്ല 501 കഴിച്ചിട്ടും ഈ സംഭവം മാറിയില്ല. അങ്ങനെ ഞാൻ പുള്ളിയെ വിളിച്ചു. വൈദ്യൻ സത്യസന്ധനാണ് കേട്ടോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ വെല്ലൂർ ആശുപത്രിയിൽ നിൽക്കുകയാണ് എന്നാണ് ആ വൈദ്യൻ എന്നോട് പറയുന്നത്. അയാൾ കള്ളനാണെങ്കിൽ അത് എന്നോട് പറയില്ലല്ലോ. പിന്നെയും എൻ്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഒരു വൈദ്യനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ജീവിക്കാനുള്ള കൊതിയും ഓപ്പറേഷൻ ചെയ്യാനുള്ള ധൈര്യക്കുറവുമാണ് വീണ്ടും എന്നെ അത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഞാൻ അവിടെയും പോയി. തട്ടിപ്പാണെന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അയാളെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല എന്നും പറഞ്ഞു. കുറച്ച് മരുന്നുകൾ തന്നു. ഒപ്പം ജൈവവളത്തിലൂടെ ഇയാൾ വികസിപ്പിച്ചെടുത്ത സാധനങ്ങളും തന്നു. നമ്മൾ ഇതും വാങ്ങണം. പശു കഴിക്കുന്ന പുല്ല് വരെ എനിക്ക് തന്നു. എന്നാൽ എനിക്കിത് പറ്റുന്നില്ല. ഈ തന്ന മരുന്ന് കഴിച്ചിട്ട് ബ്ലഡാണ് ഛർദ്ദിക്കുന്നത്. 1 കിലോമീറ്റർ വരെ ബ്ലഡ് തെറിക്കും. എൻ്റെ മോൻ വൈദ്യരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അകത്ത് കുറച്ച് ബ്ലഡ് കിടന്നിരുന്നു. അത് പോകാനുള്ള മരുന്നാണ് ഞാൻ കൊടുത്തത്. അത് പോട്ടെ എന്നും വൈദ്യൻ പറഞ്ഞു. അകത്ത് കിടന്നതും പോയി. കുടൽ വരെ പുറത്തേക്ക് വരുന്ന പോലെയായി. ബ്ലഡാണ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയും അയാളെ വിളിച്ചു. എന്നാൽ മോൻ എന്നോട് പറഞ്ഞു അയാൾ ഫോൺ എടുക്കുന്നില്ല എന്ന്.
പക്ഷെ ഞാൻ അയാളെ അത്രയും വിശ്വസിച്ചു പോയി. അവസാനം അയാളെ വിളിച്ചു കിട്ടി. ഉടനെ അയാൾ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനാണ്. ഡോക്ടർമാരെ വെല്ലുവിളിച്ചു നടക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ഡിവൈഎസ്പിയെ വിളിച്ചു പറഞ്ഞു ഈ വൈദ്യൻ കള്ളനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു മലയാറ്റൂർ ഒരു വൈദ്യനുണ്ട്, അവിടെ പോകാം. അങ്ങനെ ഞാനും ഭാര്യയും അദ്ദേഹവും കൂടി മലയാറ്റൂർ വൈദ്യരെ കാണാൻ പോയി. അയാൾ പറഞ്ഞത് 500 തേങ്ങയുടെ വെള്ളമെടുത്ത് കുറുക്കി ലേഹ്യം പോലെ ആക്കുക, വേറെ എന്തോ സാധനം കൂടി അതിലിടും. രാവിലെ മുതൽ എൻ്റെ ഭാര്യ 500 തേങ്ങയുടെ വെള്ളമെടുത്ത് രാത്രി വരെ ഇരുന്ന് അത് വറ്റിച്ച് തളർന്നു. ഒടുവിൽ ലേഹ്യം റെഡിയായപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി. ഭർത്താവിന്റെ അസുഖം മാറാനുള്ള മരുന്നുണ്ടാക്കാൻ പറ്റിയല്ലോ. ഇത് ഞാൻ കഴിച്ചതും ഛർദി കൂടി. എൻ്റെ ശരീരം ഇതൊന്നും താങ്ങുന്നില്ല. ഭാര്യ വൈദ്യരെ വിളിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ശരീരം റിജക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ മരുന്ന് കളയണ്ട, ദേഹം പൊള്ളുമ്പോൾ പുരട്ടാം, വെച്ചേക്കൂ. ശരീരം പൊള്ളുമ്പോൾ ലിവർ സിറോസിസിന്റെ മരുന്ന് പുരട്ടാമെന്ന് പറയുകയാണ് വൈദ്യർ. ഭാര്യ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് എന്തെങ്കിലും പൊള്ളലുണ്ടായാൽ ഉടനെ ലിവർ സിറോസിസിന്റെ മരുന്നെടുത്ത് അതിൽ പുരട്ടും. ഇതുപോലെ എത്രയോ വൈദ്യന്മാർ ഉണ്ടെന്നും സലിംകുമാർ പറഞ്ഞിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നടനെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. സലിംകുമാറിന് പണ്ടുണ്ടായിരുന്ന ദുശീലമാണ് മദ്യപാനം. അതിന് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു. സംവിധായകൻ പറഞ്ഞ കഥ ഓർമ്മ വരുന്നു. ലാലിന്റെ അപ്പൻ അസുഖബാധിതനായ ആശുപത്രിയിൽ കിടക്കുന്നു. ലാൽ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച അപ്പൻ ഓക്സിജൻ മാസ്ക് മാറ്റി സലിംകുമാർ കൊടുത്ത മദ്യം കുടിക്കുന്നതാണ്. സലീം തന്റെ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കരൾ ഏകദേശം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരുന്നു. ഇത്തരം ദുശീലങ്ങൾ കാരണം സിനിമയിൽ ഒരുപറ്റം നല്ല കലാകാരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ സലിംകുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ തുണയായി വന്നത് സിനിമാക്കാരല്ല, സാക്ഷാൽ അമൃതാനന്ദമയിയാണെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിട്ടാണ് അമൃതാനന്ദമയിയെ പോയി കണ്ടത്. തമാശ പറഞ്ഞ് അവരെ സലിംകുമാർ ചിരിപ്പിച്ചു. വേഗം പോയി ഓപ്പറേഷൻ ചെയ്യൂ, പണമൊന്നും അടയ്ക്കേണ്ട, മോനെ എനിക്ക് ആവശ്യമുണ്ടെന്നാണ് അമൃതാനന്ദമയി പറഞ്ഞത്. ഇക്കാര്യം പല അഭിമുഖങ്ങളിലും സലിംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. ദേശീയ അവാർഡ് ലഭിച്ച ശേഷം സിനിമാ രംഗത്ത് സലിംകുമാറിന് ശത്രുക്കളുണ്ടായി. തെറ്റായ പ്രചാരണം നടനെക്കുറിച്ച് ശത്രുക്കൾ നടത്തിയിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. മറ്റൊരു അപവാദവും പറയാനില്ലാത്തതുകൊണ്ട് ദുഷ്ടബുദ്ധികൾ സലിംകുമാറിന് മേൽ കലിപ്പ് തീർത്തത് അമേരിക്കയിൽ വെച്ച് ആക്സിഡന്റായി മരിക്കാൻ കിടക്കുന്നു, മാരക രോഗം പിടിപെട്ട് മരിക്കാൻ കിടക്കുന്നു എന്നൊക്കെയാണ്. ലോകത്തിലുള്ള സകല രോഗങ്ങളും അവരെനിക്ക് ചാർത്തി തന്നു എന്ന് സലിംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷന് മുൻപ് സലിംകുമാർ വിചിത്രമായ ആവശ്യം ഉന്നയിച്ചു. മുറിച്ചെടുത്ത ലിവർ തന്നെയും മക്കളെയും കാണിക്കണമെന്നായിരുന്നു അത്. ഡോക്ടർ അപ്രകാരം ചെയ്തു. താൻ കണ്ടത് വാട്സപ്പിലാണെന്ന് സലിംകുമാർ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു. ഓപ്പറേഷന് ശേഷം സലിംകുമാറിന് ജീവിത വീക്ഷണങ്ങളിൽ മാറ്റം വന്നെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു.